ബീഹാർ വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത സിപിഐഎം പോളിറ്റ് ബ്യൂറോ ഓഗസ്റ്റ് 8-നാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് കമ്മീഷൻ നടത്തുന്നതെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. സിബി ജോസഫ് ചേരുകയാണ്. സിബി, വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം ഉയർന്ന വിഷയമാണ്. ഇപ്പോൾ രാജ്യവ്യാപകമായുള്ള സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണോ സിപിഐഎം? അസിത, കഴിഞ്ഞ ദിവസം ഞായറാഴ്ച CPM PB യോഗത്തിലെ തീരുമാനങ്ങളാണ്. അതായത് ഏറ്റവും പ്രധാനമായും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അത് ബീഹാറിൽ മാത്രമല്ല രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള തീരുമാനം ഇപ്പോൾ BJP സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി അത് തീർത്തും RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CPM പോളിറ്റ് ബ്യൂറോ. ഓഗസ്റ്റ് 8-ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഭരണഘടനാ അവകാശങ്ങൾക്ക് പുറത്തുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നത്. ഇത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ വോട്ടവകാശം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഇതിന്റെ മറവിൽ NRC ഉൾപ്പെടെ പിൻവാതിലൂടെ രഹസ്യമായി നടപ്പാക്കുകയാണെന്നും CPM-PB വിലയിരുത്തുകയും അപലപിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ദില്ലി, ഒഡീഷ, അസം, ഹരിയാന, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര തുടങ്ങി നിരവധി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്നവരെ ആക്രമിക്കുകയും നാടുകടത്തുകയും ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള RSSന്റെ അജണ്ട കൂടിയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. ഇതിനെതിരെയും ശക്തമായി PB അപലപിക്കുകയും ചെയ്തു. മറ്റൊന്ന്, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ RSSനെയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവർണർ തന്റെ ഭരണഘടനാപരമായ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്നും CPM-PB വിമർശിച്ചു. ഗവർണറുടെ നടപടിക്കെതിരെ SFI അടക്കമുള്ള മറ്റു പ്രതിഷേധങ്ങളെ പോളിറ്റ് ബ്യൂറോ സ്വാഗതം ചെയ്തു. മാത്രമല്ല, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനും നശിപ്പിക്കാനും ബോധപൂർവമായി ശ്രമം നടക്കുന്നുണ്ട്. LDF സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കുമെന്നും CPM-PB വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, പഹൽഗാമിൽ വീഴ്ച തുറന്ന് സംബന്ധിച്ച ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടി, അവിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ എല്ലാ നിലയും കരുതൽ തടങ്കിലാക്കിയ നടപടി എല്ലാ നിലയും PB അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഖനി ധാതു ഭേദഗതി ബില്ലടക്കമുള്ള ആണവോർജ്ജ നിയമം അടക്കം എല്ലാ നിലയും ഭേദഗതി ചെയ്യുന്നതിനെതിരെ ശക്തമായ രീതിയിൽ എതിർത്ത് വോട്ട് ചെയ്യാനും മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടും CPIM ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ് ദില്ലിയിൽ നിന്നും.